നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കരൂർ അപകടത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒളിവിലായിരുന്ന ടി.വി.കെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനാണ് അറസ്റ്റിലായത്. അതിനിടെ വിജയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കളുടെ യോഗം ചേർന്നു. പട്ടണപ്പാക്കത്തെ വിജയുടെ ഫ്ളാറ്റിലാണ് യോഗം ചേർന്നത്. യോഗത്തിന് ശേഷം വിജയ് നീലാങ്കരയിലെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. മുഹമ്മദ് റഹീസ് കരൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, അങ്ങനെ ആദ്യ അറസ്റ്റ് ഈ കരൂർ ദുരന്തത്തിൽ ഉണ്ടായിരിക്കുന്നത് ടി.വി.കെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകന്റേതാണ്. നേരത്തെ തന്നെ അത്തരത്തിൽ കേസെടുക്കുമെന്നും അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെയുള്ള സൂചനകൾ വന്നിരുന്നു. നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നു. ഒപ്പം തന്നെ എഫ്ഐആറിൽ ഗുരുതരമായ പരാമർശങ്ങൾ ടി.വി.കെക്കും വിജയ്ക്കുമെതിരെ ഉണ്ടല്ലോ. എപ്പോഴാകും പോലീസ് അറസ്റ്റ് തുടങ്ങുക എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ പോലീസ് എന്തായാലും അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. നേരത്തെ ഇന്നലെ തന്നെ ഈ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മതിയഴകന് എതിരെ, ഒപ്പം തന്നെ ടി.വി.കെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എൻ ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ അറസ്റ്റ് എപ്പോൾ ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് പോലീസ് കൃത്യമായ മറുപടി നൽകിയില്ല. കാരണം ഇന്ന് ടി.വി.കെ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് പരിഗണിച്ച ശേഷം കോടതി പരാമർശം കൂടി നോക്കിയിട്ട് അറസ്റ്റിലേക്ക് കടക്കാമെന്നായിരുന്നു ഒരു ധാരണ പോലീസിനുണ്ടായിരുന്നത്. അതിന് പിന്നാലെ കോടതി ആ കേസ് പരിഗണിക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. അതിൽ ആദ്യ അറസ്റ്റ് ടി.വി.കെയുടെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മതിയഴകൻ അറസ്റ്റിലായിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ മുതൽ ഒളിവിലായിരുന്നു. ഇന്ന് രാവിലെ പലതവണ പോലീസ് ഇയാളുടെ വീട്ടിലെത്തി. പക്ഷേ ഇയാൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പാർട്ടി ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലും പരിശോധിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇയാളെ ഈ കരൂരിന്റെ തന്നെ ജില്ലാ അതിർത്തിയിൽ നിന്നും പിടികൂടിയതായി പോലീസ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എപ്പോഴാകും ഈ ടി.വി.കെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ അറസ്റ്റിലേക്ക് കൂടി കടന്നാൽ അത് ടി.വി.കെക്ക് വലിയ പ്രഹരമാകും. പ്രജിൻ. ശരി, മുഹമ്മദ് റഹീസാണ് കരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിച്ചാണ് മാപ്പ് പറഞ്ഞത്. വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചത്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ചർച്ച ഇപ്പോഴും തുടരുകയുമാണ്. അൻവർ പാലേരി ദോഹയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അൻവർ പാലേരി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭാഗത്ത് ചർച്ച അത് ട്രംപും നെതന്യാഹുവും തമ്മിലാണ്. അതേസമയം തന്നെ ഖത്തറിലെ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സമാധാന ശ്രമം അതിന്റെ ഭാഗമായിട്ട് ഈ കോളിനെ കാണാൻ കഴിയുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, ഇന്ന് വൈകിട്ട് പ്രാദേശിക സമയം ഒരു 7 മണിയോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതായത് റോയിട്ടേഴ്സ് ഉൾപ്പെടെ, ചാനൽ 24 ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനയോ ഖത്തർ ഔദ്യോഗികമായി പുറത്തിറക്കുകയോ അല്ലെങ്കിൽ ഖത്തറിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇതുമായി സംബന്ധിച്ച വാർത്ത നൽകുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ സെപ്റ്റംബർ 9 ഖത്തറിനെതിരെ നടന്ന വളരെ ക്രൂരമായ ഏകപക്ഷീയമായ അന്യായമായ ഇസ്രായേൽ ആക്രമണം, 6 പേരാണ് അന്ന് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അത് ലോകരാജ്യങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കിടയിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം, അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഒക്കെ തന്നെ ഒരുപോലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരു സംഭവമാണ്. ഇതിനെതിരെ ഖത്തർ അന്താരാഷ്ട്ര കോടതിയിൽ ഉൾപ്പെടെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് വാഷിംഗ്ടണിൽ എത്തിയ നെതന്യാഹു. ഇത് 4ാമത്തെ മീറ്റിംഗ് ആണ്. അതായത് ഗസയിലെ ഭാവി പദ്ധതികളുമായി ബന്ധപ്പെട്ട് 4ാമത്തെ കൂടിക്കാഴ്ചക്കായി, ട്രംപുമായുള്ള കൂടിക്കാഴ്ചക്കായാണ് നെതന്യാഹു വാഷിംഗ്ടണിൽ എത്തിയത്. ഇന്ന് അവിടെ വെച്ച് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ ഫോണിൽ ബന്ധപ്പെട്ട് ഖത്തറിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ഒരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി, അൻവർ പാലേരിയാണ് ദോഹയിൽ വിശദാംശങ്ങൾ നൽകിയത്. പക്ഷേ ഇത്തരത്തിൽ ഖത്തർ പ്രധാനമന്ത്രി നെതന്യാഹു ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഖത്തർ നിലവിൽ ഒരു ഔദ്യോഗിക പ്രതികരണങ്ങളും വിശദീകരണങ്ങളും നൽകിയിട്ടില്ല എന്നാണ് ദോഹയിൽ നിന്നും ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. സിനിമാ മേഖലയിലും ടാരിഫ് ചുമത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ടാരിഫ് ചുമത്തുന്നതിന്റെ സമയപരിധി ട്രംപ് വ്യക്തമാക്കിയിട്ടുമില്ല.
സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച NSSനെ കൂടെ നിർത്താനുള്ള ശ്രമം തുടരുകയാണ് കോൺഗ്രസ്. മുതിർന്ന നേതാവ് PJ കുര്യനും കൊടിക്കുന്നിൽ സുരേഷ് MPയും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ സന്ദർശിച്ചു. ഇതിനിടെ മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പരസ്യ വിമർശനവുമായി പത്തനംതിട്ട മയിലാടുപാറ NSS കരയോഗം രംഗത്തെത്തി. NSS നേതൃത്വത്തിന്റെ സർക്കാർ അനുകൂല നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ G സുകുമാരൻ നായരെ കണ്ട മുതിർന്ന നേതാവ് PJ കുര്യൻ അരമണിക്കൂറോളം ചർച്ച നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MPയും കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറിയെ കണ്ടിരുന്നു. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ഞാൻ ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ MP എന്ന നിലയിൽ ചങ്ങനാശ്ശേരി പോകുമ്പോഴൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഹെഡ് ഓഫീസിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുക പതിവാണ്. അങ്ങനെ ഒരു പതിവ് സന്ദർശനമാണ്. അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമോ മറ്റു യാതൊന്നുമില്ല. NSSന്റെ ഇപ്പോഴത്തെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. NSSന്റെ ആ നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇതിനിടെ മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പരസ്യ വിമർശനവുമായി പത്തനംതിട്ട മയിലാടുപാറയിലെ NSS കരയോഗം രംഗത്തെത്തി. പത്തനംതിട്ടക്കാരെ മണ്ടയ്ക്ക് കയറാൻ ഗണേഷ് കുമാർ വരണ്ട. പത്തനംതിട്ടയിലെ നായന്മാര് ചങ്കുറപ്പുള്ള നായന്മാര് തന്നെയാണ്. അല്ലാതെ ഗണേഷ് കുമാർ പറയുന്ന രീതിയിലുള്ള ഇതല്ല. പിന്നെ സുകുമാരൻ നായർ രാജിവെക്കണം. ഇപ്പൊ സുകുമാരൻ നായരുടെ മൂഡ് താങ്ങി നിൽക്കുന്നത് ഗണേഷ് കുമാർ എന്തുകൊണ്ടാണെന്ന് പറയാം, അടുത്ത ജനറൽ സെക്രട്ടറി ആകാൻ വേണ്ടിയാണ്. 24 പത്തനംതിട്ട. ശബരിമല വിഷയത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ കരയോഗങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്നും വ്യാപക പ്രതിഷേധമുണ്ടായി. ചെങ്ങന്നൂർ, പെരിശ്ശേരി, പടിഞ്ഞാറ് കരയോഗം പ്രവർത്തകർ G സുകുമാരൻ നായർക്കെതിരെ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നെയ്യാറ്റിൻകരയിൽ NSS ജനറൽ സെക്രട്ടറിയുടെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. മാണിനാട് കരയോഗം ഭാരവാഹികളാണ് അവിടെ കോലം കത്തിച്ചത്. ശരണം വിളിയോടെയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. പത്തനംതിട്ട ഓമല്ലൂരിൽ കരയോഗം പ്രവർത്തകർ ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. എറണാകുളം കോലഞ്ചേരിയിലും കരയോഗം ഓഫീസിന് മുന്നിൽ നേതൃത്വത്തിന് എതിരെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. ശബരിമലയിലെ തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകളുടെ പരിശോധനയ്ക്ക് റിട്ടയർഡ് ജഡ്ജിയെ നിയമിച്ച ഹൈക്കോടതി. ജസ്റ്റിസ് KT ശങ്കരൻ അന്വേഷിക്കും. ശബരിമല സ്ട്രോങ് റൂമിലെ രജിസ്റ്ററുകൾ സൂക്ഷിക്കാത്തതിൽ കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് സ്ട്രോങ് റൂം തുറന്ന് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടത്. സ്ട്രോങ് റൂമിലെ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളുടെ മൂല്യം തിട്ടപ്പെടുത്തി കണക്ക് നൽകാനാണ് നിർദ്ദേശം. ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായതുമായി ബന്ധപ്പെട്ട ദുരൂഹത മാറുന്നില്ല. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗൂഢാലോചന ആരോപിച്ച് ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രംഗത്തെത്തി. ദുരുദ്ദേശമില്ലെന്നും വീഴ്ചയുണ്ടെങ്കിൽ ഉൾക്കൊള്ളുമെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ കാണാതായ പീഠം പരാതി നൽകിയ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ ഗൂഢാലോചന നടന്നെന്ന സംശയം ദേവസ്വം മന്ത്രി VN വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ഉയർത്തിയത്. സ്പോൺസർ എല്ലാവരും വിഡ്ഢികളാക്കിയെന്ന് മന്ത്രി. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന എന്നാണ് PS പ്രശാന്തിന്റെ ആരോപണം. തന്നെ മോഷ്ടാവാക്കിയതിൽ സമാധാനം പറയണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് വച്ചിട്ട് എന്തിനാണ് ദേവസ്വം ബോർഡിനെ പഴിചാരിയത്? അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കുട്ടി ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾ പറയേണ്ട കാര്യമുണ്ട്, അതിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് എന്റെ ആക്ഷേപം. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രതികരണം. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം ഇങ്ങനെ. എന്റെ സുഹൃത്ത് വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഫിറ്റ് ചെയ്തത്. ഫിറ്റ് ചെയ്തപ്പോൾ അതിന് മാച്ച് കറക്റ്റ് വന്നില്ല. അന്ന് അത് റിപ്പയർ ചെയ്യാനായിട്ട് അയാളുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു. അത് വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. അതൊരു ദുരുദ്ദേശപരമായിട്ടായിരുന്നില്ല. കൊറോണ രൂക്ഷമായതുകൊണ്ടും പിന്നെ ദേവസ്വം ബോർഡ് ഇങ്ങോട്ട് ആവശ്യപ്പെടാത്തത് കൊണ്ടും പിന്നെ അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചില്ല. ഈ മാസം 25-നാണ് സ്വർണ്ണപീഠം വീട്ടിലെത്തിച്ചതെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവി 24നോട് പറഞ്ഞു. എന്താണ് സംഭവമെന്ന് അറിയില്ലായിരുന്നു. സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു, ഷീൽഡ് ആണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. 24 ബിഗ് ബ്രേക്കിംഗ്. ഓപ്പറേഷൻ നങ്കൂറിൽ കേരളത്തിൽ നിന്ന് പിടിച്ചത് അനധികൃതമായി കടത്തിയ വാഹനങ്ങളെന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുമതിയുള്ളത് ഭൂട്ടാനിൽ രജിസ്ട്രേഷൻ റദ്ദാക്കിയ വാഹനങ്ങൾക്ക് മാത്രമാണ്. SUV, ലക്ഷറി വാഹനങ്ങൾ ഡീരജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും സ്ഥിരീകരണമുണ്ട്. വാഹനക്കടത്ത് അന്വേഷിക്കുമെന്നാണ് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് വകുപ്പിന്റെ പ്രതികരണം.
ആദ്യമായാണ് വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ സർക്കാരിന്റെ പ്രതികരണം. ഭൂട്ടാനിലുള്ള വാഹനം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് നിയമപ്രശ്നങ്ങളില്ല. പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കണം. ഭൂട്ടാൻ പൗരന്റെ വാഹനം ഇന്ത്യയിൽ എത്തിക്കുന്നതിന് മുൻപ് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ രജിസ്ട്രേഷൻ റദ്ദാക്കണം. അതിനുശേഷം NOC നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ എത്തിക്കാനാകൂ. എന്നാൽ ഇതുവരെ ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ SUV ലക്ഷറി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. അതിനാൽ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള SUV വാഹനങ്ങൾ അനധികൃതമായി എത്തിച്ചതാണെന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി സംശയിക്കുന്നു. വാഹനങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ എത്തിയെന്നതിൽ ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് വിഭാഗം അന്വേഷണം നടത്തും. ഇന്ത്യൻ കസ്റ്റംസ് വിവരം കൈമാറിയാൽ വാഹനങ്ങളുടെ ഫസ്റ്റ് ഓണർമാരെ കണ്ടെത്താൻ സാധിക്കുമെന്നും ഭൂട്ടാൻ കസ്റ്റംസ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കസ്റ്റംസ് വിഭാഗം ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. 24 കൊച്ചി. പൊതുജനങ്ങൾക്ക് പരാതികൾ ഇനി മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കാം. CM വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്റർ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് പ്രവർത്തനം തുടങ്ങി. CM വിത്ത് മീയിലേക്ക് പരാതി അറിയിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിച്ചിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാർ ആവിഷ്കരിച്ചതാണ് CM വിത്ത് മീ എന്ന മുഖ്യമന്ത്രി എന്നോടൊപ്പം. ഇതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സിറ്റിസൺ കണക്ട് സെന്റർ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് തുറന്നു. ടോൾ ഫ്രീ നമ്പറായ 1800-425-6789 എന്നതിലൂടെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും പറയാനാകും. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നതിനർത്ഥം സർക്കാർ അപ്പാടെ പൗരനൊപ്പം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും തമ്മിൽ ആശയവിനിമയ രംഗത്ത് വിടവുണ്ടാകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറയാം, പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാം, പരിഹാരം കാണാവുന്നതിനൊക്കെ പരിഹാരം കാണുകയും ചെയ്യും. സദാ ഉണർന്നിരിക്കുന്ന ഒരു ടീമിനെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. വെള്ളയമ്പലത്ത് എയർ ഇന്ത്യയിൽ നിന്ന് ഏറ്റെടുത്ത കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സിറ്റിസൺ കണക്ട് സെന്ററിൽ മുഖ്യമന്ത്രിയോട് ആദ്യം സംസാരിച്ചത് ചലച്ചിത്ര താരം ടൊവിനോ തോമസ്. നമസ്കാരം, നിങ്ങൾ എവിടെയാ ഇപ്പോൾ ഉള്ളത്? ശരി. ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാൻ 3 ഷിഫ്റ്റിൽ 24 മണിക്കൂറും ജീവനക്കാരുണ്ടാകും. പോലീസ് ഉൾപ്പെടെ 50ഓളം സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പരാതികൾ പരിശോധിക്കും. ഇതിപ്പോൾ ഷിഫ്റ്റ് ബേസിലാണ്. 24/7 തന്നെ ഈ കോൾ സെൻറ്റർ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഷിഫ്റ്റ് ബേസിലാണ് എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ പ്രവർത്തിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. ആ എമർജൻസി കോള് പോലീസിന്റെ കണക്ട് സെന്ററിലേക്ക് വന്നാൽ മാത്രമേ റിയൽ ടൈം ലൊക്കേഷൻ അവൈലബിൾ ആവുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ ആ ഒരു സംവിധാനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ആളുകളോട് നമ്മളെ എമർജൻസി നമ്പറുകളെല്ലാം ഇവിടെ എക്സിക്യൂട്ടീവ്സിന്റെ കയ്യിൽ അവൈലബിൾ ആണ്. അവരോട് ഉടനെ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ കൊടുക്കുക. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിനാണ് നടത്തിപ്പ് ചുമതല. കിഫ്ബിയാണ് അടിസ്ഥാന സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നത്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ക്യാൻസർ ബാധിതനായ കുട്ടിയെയും കുടുംബത്തെയും പെരുവഴിയിലാക്കി സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി. വിതുരാക്കൊപ്പം സ്വദേശി സന്ദീപിന്റെ വീടാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്തത്. സന്ദീപിന്റെ 10 വയസ്സുള്ള മകൻ ക്യാൻസർ ബാധിതനാണ്. മകനെ കിടത്താൻ പോലും സ്ഥലമില്ലാത്ത സ്ഥിതി വന്നതോടെ CPIM DYFI പ്രവർത്തകർ എത്തി പൂട്ടു തകർത്ത് വീട്ടുകാരെ അകത്ത് കയറ്റി. 2019 സന്ദീപ് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 48 ലക്ഷത്തോളം രൂപ വായ്പയെടുത്ത് ഒരു കട തുടങ്ങിയത്. കോവിഡ് കാലത്ത് കച്ചവടം കുറഞ്ഞതോടെ വായ്പ തിരിച്ചടവ് പ്രതിസന്ധിയിലായി. പലിശ മാത്രമായി 10 ലക്ഷം രൂപയോളം നൽകാനുണ്ട്. ഇതിനിടയിൽ 10 വയസ്സുള്ള മകന് ക്യാൻസർ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ സന്ദീപും കുടുംബവും മാനസികമായും സാമ്പത്തികമായും തകർന്നു. ചികിത്സാ ചെലവ് ഉൾപ്പെടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കുടുംബം. വീട് വിറ്റ് പണം തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാതെയാണ് ധനകാര്യ സ്ഥാപനം ജപ്തി നടപടികൾ സ്വീകരിച്ചതെന്ന് സന്ദീപ് പറയുന്നു. കുറച്ച് സമയം കൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തരാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. അങ്ങനെ ഇറങ്ങി കൊച്ചിനെ നമുക്ക് വേറെ കൊണ്ട് കിടത്താൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു സാവകാശം നമുക്ക് വേണം. ഒരു 6 മാസം കൂടെ എനിക്ക് സമയം തന്നെ എന്തെങ്കിലും ഞാൻ ചെയ്ത് ക്ലിയർ ആയിട്ട് ഇടപാടിന് ബിസിനസ്സിലുള്ള ബാധ്യതയും വേറെ കുറച്ചുണ്ട്. എല്ലാം കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ ഒരു 6 മാസം സമയം എനിക്ക് വേണം. കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ നമുക്ക് പ്രധാനപ്പെട്ടത്. അങ്ങനെ വേറെ കൊണ്ട് നമുക്ക് കിടത്താൻ പറ്റുന്ന ഒരു രീതിയിലല്ല. ജപ്തി നടപടിക്ക് എത്തിയവർ കുഞ്ഞിന്റെ മരുന്ന് പോലും എടുക്കാൻ സമ്മതിച്ചില്ല. തുടർന്ന് പ്രദേശത്തെ DYFI CPIM പ്രവർത്തകർ വീടിന്റെ പൂട്ട് പൊളിച്ച് കുടുംബത്തെ അകത്തു കയറ്റി.
3 തവണ സന്ദീപിന് അവധി നൽകിയെന്നാണ് ധനകാര്യ സ്ഥാപനത്തിന്റെ വിശദീകരണം. കുടുംബത്തിന് പൂർണ്ണ സുരക്ഷ നൽകാനാണ് പ്രദേശത്തെ CPIM നേതൃത്വത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ MVD വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് വേദിയിൽ നിന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇറങ്ങിപ്പോയി. പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും പരിപാടി റദ്ദാക്കിയെന്നും മന്ത്രി വേദിയിൽ തുറന്നടിച്ചു. ഗതാഗത വകുപ്പിന്റെ 52 വാഹനങ്ങൾ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിർത്തിയിട്ട മനോഹരമായി ഫ്ളാഗ് ഓഫ് പരിപാടി സംഘടിപ്പിക്കണമെന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് പാലിക്കാതെ റോഡിൽ വേദിയൊരുക്കി. ചടങ്ങിനെത്തിയപ്പോൾ തന്നെ രോഷാകുലനായ മന്ത്രി ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചു. പിന്നാലെ തിടുക്കപ്പെട്ട വാഹനങ്ങൾ കൊട്ടാരമുറ്റത്തേക്ക് എത്തിക്കാൻ തുടങ്ങിയെങ്കിലും സമയം വൈകി. പിന്നാലെ പരിപാടി റദ്ദാക്കുന്നതായി അറിയിച്ച മന്ത്രി ഇറങ്ങിപ്പോയി. മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരും ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട MLA ക്ഷമിക്കണം. ഈ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. കാരണം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പാർട്ടിക്കാരും എന്റെ പേഴ്സണൽ സ്റ്റാഫും KSRTCയിലെ ജീവനക്കാരും മാത്രമാണ്. ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ പേരിൽ നാളെ നടപടിയെടുക്കും. ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം, ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. വേദിയിൽ ആളില്ലാതിരുന്നതും മന്ത്രിയെ ചൊടിപ്പിച്ചു. കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. ഇതിന്റെ മുറ്റത്ത് വണ്ടി കയറ്റിവിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? കാരണം കാറ് കയറ്റിവിട്ട പൊട്ടുന്ന ടൈൽസ് ആണ് ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും. എല്ലാവരും ക്ഷമിക്കണം, ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇത് ഞാനിവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് മറ്റൊരു ദിവസം ഈ പരിപാടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ചടങ്ങ് മറ്റൊരു ദിവസം നടത്തുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. അതുവരെ വാഹനങ്ങൾ യാർഡിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകാൻ മമ്മൂട്ടി. മറ്റന്നാൾ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് മമ്മൂട്ടി എത്തുക. ഹൈദരാബാദിലാണ് ഷൂട്ടിംഗ്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം താരരാജാവ് തിരിച്ചെത്തുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളിലാണ് മമ്മൂട്ടി ആദ്യമെത്തുക. 1-ാം തീയതി മുതൽ അദ്ദേഹം ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം ഞങ്ങൾ ഹൈദരാബാദിലാണ്. അദ്ദേഹത്തിന്റെ ജോലികളാണ് ഇനി ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ബാക്കി നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും വളരെ ആവേശത്തിലാണ് അദ്ദേഹം തിരിച്ച് നമ്മുടെ ലൊക്കേഷനോട് വരുന്നത്. നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഫേസ്ബുക്കിലൂടെയാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആരാധകരെ അറിയിച്ചത്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ സന്തോഷമെന്ന് രമേശ് പിഷാരടി. മമ്മൂക്കയുടെ വരവ് ഒക്ടോബർ 1-ാം തീയതി അദ്ദേഹം ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും. മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ അവിടെ നിന്നും UK ഒരു 8-ാം തീയതി 9-ാം തീയതിയോടുകൂടിയൊക്കെ ഒരു UK-യിലാണ് അതിന്റെ തുടർന്നുള്ള ഷെഡ്യൂൾ. കുറച്ച് ദിവസം അതും കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ. ആസ് പെർ നൗ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒക്ടോബർ 1-നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക. ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് പാട്രിയറ്റ്. 24 കൊച്ചി. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരായ വിദ്യാർത്ഥികളുടെ വീട്ടിൽ വൈദ്യുതി എത്തിക്കാൻ തീരുമാനമായി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരമായി 2 ദിവസത്തിനുള്ളിൽ പുതിയ കണക്ഷൻ നൽകും. 24 ഇംപാക്ട്. സന്തോഷവാ. കളക്ടർ പറഞ്ഞ് കറണ്ട് 2 ദിവസത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാ ന്യൂസ് ചാനലുകൾക്കും ഒത്തിരി നന്ദിയാണ്. വെട്ടത്തിരുന്ന് പഠിക്കാം. കറണ്ട് 2 ദിവസമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. എല്ലാ ചാനലുകൾക്കും നന്ദി. 3 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹാഷിനിയുടെയും ഹർഷിനിയുടെയും വീട്ടിൽ വൈദ്യുതി എത്തുകയാണ്. മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കുന്ന സഹോദരിമാരുടെ ദുരവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് കളക്ടറുടെ അടിയന്തര ഇടപെടൽ. മുൻപുണ്ടായിരുന്ന വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സാങ്കേതിക തടസ്സങ്ങൾ KSEB ചൂണ്ടിക്കാട്ടിയിരുന്നു. പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തടസ്സവാദമായിരുന്നു കാരണം. എന്നാൽ ഇടുക്കി ജില്ലാ കളക്ടർ കുട്ടികളുടെ കുടുംബവും പോപ്സ് മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ പരിഹാരമായി. വിജയൻ ശനിയാഴ്ച തന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശനിയാഴ്ച കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഉടനെ ഇന്ന് തന്നെ അവരുടെ NOC കൊടുക്കാമെന്ന് പറഞ്ഞു. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീരുമാനമായി, കണക്ഷൻ കൊടുക്കാൻ തീരുമാനമായി. KSEB ആവശ്യപ്പെട്ട രേഖകൾ കുടുംബം ഹാജരാക്കിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കുട്ടികളുടെ മുത്തശ്ശൻ വിജയന്റെ പേരിൽ പുതിയ കണക്ഷൻ നൽകും. 2 ദിവസം കൊണ്ട് NOC തന്ന് പോസ്റ്റ് കറണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ സാറിന് മുമ്പ് വരാൻ പറഞ്ഞായിരുന്നു. കളക്ടർ സാറിനെ വന്ന് കണ്ട് എന്നാൽ 2 ദിവസം കൊണ്ട് കറണ്ട് കിട്ടും
EBക്കാരെ വിളിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. പുതിയ പോസ്റ്റ് ഇട്ട് NOC തരാമെന്ന് ബോബ്സാരും പറഞ്ഞിട്ടുണ്ട്. കമ്പനി പറഞ്ഞ് സമ്മതിച്ച്. എല്ലാവർക്കും നന്ദിയുണ്ട്. ആവശ്യ സർവീസിൽ ഉൾപ്പെടുന്ന വൈദ്യുതി ഇല്ലാതെ ഒരു കുടുംബത്തിന് കഴിയേണ്ടി വന്നത് 3 മാസമാണ്. 2 വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 4 കുടുംബത്തിന്റെ ഈ ദുരവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെ ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നപരിഹാരം. സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അസിസ്റ്റന്റ് സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി CPI സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത. R രാജേന്ദ്രനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പരിഗണിക്കുന്നതിൽ എതിർപ്പുമായി കൊല്ലം ജില്ലാ സെക്രട്ടറി PS സുപാൽ രംഗത്തെത്തി. മുല്ലക്കര രത്നാകരനെ പരിഗണിക്കണം എന്നാണ് ആവശ്യം. ബിനോയ് വിശ്വത്തെ വിമർശിച്ച കമലാ സദാനന്ദനെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കും. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെയും തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം ബാക്കി നിൽക്കെ CPI സംസ്ഥാന ഘടകത്തിൽ വൻ നീക്കങ്ങളാണ് നടക്കുന്നത്. 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാരാണ് CPI സംസ്ഥാന ഘടകത്തിൽ ഉണ്ടാവുക. നിലവിലുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിമാരിൽ ഒരാളായ PP സുനീർ തുടരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. രാജ്യസഭാംഗമാണ് എന്നത് മാത്രമാണ് സുനീറിന്റെ പ്രതികൂല ഘടകം. രണ്ടാമത്തെ അസിസ്റ്റന്റ് സെക്രട്ടറി ചൊല്ലിയാണ് തർക്കം മുറുകുന്നത്. കൊല്ലത്തു നിന്നുള്ള R രാജേന്ദ്രനെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയായി പരിഗണിക്കുന്നത്. ജില്ലാ സെക്രട്ടറി, ദേശീയ കൗൺസിൽ അംഗം എന്നീ പദവികൾ നൽകാതെ തഴഞ്ഞ R രാജേന്ദ്രന് ഇത്തവണ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനം നൽകണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് താൽപ്പര്യമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ജില്ലാ നേതൃത്വം ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. R രാജേന്ദ്രനെ അസിസ്റ്റന്റ് സെക്രട്ടറിയാക്കാൻ പാടില്ലെന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി PS സുപാൽ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മുൻ മന്ത്രി മുല്ലക്കര രത്നാകരനാണ് കൊല്ലം നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ബദൽ പേര്. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തുമെന്നതിനെ ചൊല്ലിയും തർക്കവിതർക്കങ്ങളുണ്ട്. 21 എക്സിക്യൂട്ടീവിൽ നിലവിൽ 4 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് KP സുരേഷ് രാജ്, KK വത്സരാജ്, TJ ആഞ്ചലോസ്, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവരെ ഉൾപ്പെടുത്തും. സുരേഷ് രാജും വത്സരാജും ആഞ്ചലോസും സ്ഥാനമൊഴിഞ്ഞ ജില്ലാ സെക്രട്ടറിമാരാണ്. കിസാൻ മസ്ദൂർ യൂണിയൻ നേതാവാണ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ KP രാജേന്ദ്രൻ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാകും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കമലാ സദാനന്ദനെയും എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കും. കോട്ടയത്തു നിന്നുള്ള K ശശിധരനും ഒഴിവാക്കപ്പെട്ടേക്കും. ഈ ഒഴിവുകളിലേക്ക് VS സുനിൽകുമാർ, TT ജിസ്മോൻ, R ലതാദേവി എന്നിവരെയാണ് പരിഗണിക്കുന്നത്. LDF യോഗത്തിലുള്ള പ്രതിനിധികളെയും ബുധനാഴ്ച ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ നിശ്ചയിക്കും. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കി കേരള നിയമസഭ. വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനാണ് നീക്കമെന്നതാണ് പ്രമേയത്തിന്റെ കാതൽ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്തിരിയണമെന്നും നിയമസഭ പാസാക്കിയ പ്രമേയം ആവശ്യപ്പെടുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ വികാരമാണ് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിലൂടെ പ്രതിഫലിച്ചത്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയമായതിനാൽ എതിർപ്പൊന്നും കൂടാതെ പ്രതിപക്ഷം പ്രമേയത്തോട് യോജിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. അതേ രീതിയാണ് ദേശീയാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന സംശയമുണ്ട്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേരളം, തമിഴ്നാട്, ബംഗാൾ സംസ്ഥാനങ്ങളിൽ തിടുക്കപ്പെട്ട SIR കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ചൂണ്ടിക്കാട്ടി. പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവർ SIRനെ എങ്ങനെയാണ് ഉപയോഗിക്കുകയെന്നത് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. ബീഹാർ SIR പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. മുസ്ലിം ലീഗ് MLA-മാരായ N ഷംസുദ്ദീൻ, നജീബ് കാന്തപുരം, കുറക്കോളി മൊയ്തീൻ, കോൺഗ്രസ് MLA-മാരായ PC വിഷ്ണുനാഥ്, T സിദ്ദിഖ് എന്നിവർ പ്രമേയത്തിന്മേൽ ഭേദഗതികൾ അവതരിപ്പിച്ചു. ഈ 4ാമത്തെ ഖണ്ഡികയിലെ വോട്ടറാവൂ എന്ന് നിഷ്കർഷയുണ്ട് എന്നതിന് ശേഷം വോട്ടറാകുന്നതിനായി സമർപ്പിക്കേണ്ട അനുബന്ധ രേഖകളിൽ റേഷൻ കാർഡ് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ചേർക്കണം എന്നതാണ് എൻ്റെ അമെൻമെന്റ്. N ഷംസുദ്ദീൻ അവതരിപ്പിച്ച 2 ഭേദഗതികൾ മുഖ്യമന്ത്രി അംഗീകരിച്ചു. പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് നിയമസഭ പ്രമേയം പാസാക്കിയത്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ നേരിട്ട് ബോധിപ്പിക്കാനായി സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് CM വിത്ത് മീ എന്ന പദ്ധതി. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയ ശേഷം ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ആ നമ്പർ ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിരുന്നു. ആ നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്: 1800-425-6789 1800-425-6678 എന്നതാണ് CM വിത്ത് മീ എന്ന പദ്ധതിയുമായി ബന്ധപ്പെടേണ്ട നമ്പർ. വേമ്പനാട് കായൽ മീനച്ചിൽ നദീമുഖ പുനരുദ്ധാരണ പദ്ധതിക്ക് തുടക്കം കുറിച്ച് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും യങ് ഇന്ത്യൻസും തിരുവാർപ്പ് പഞ്ചായത്തും സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ മിഥുൻ K ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. നദിയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുളവാഴ അടക്കമുള്ള അധിനിവേശ ജലസസ്യങ്ങൾ, പുതുതായി രൂപം കൊണ്ട
ചെളിത്തിട്ടകൾ എന്നിവ നീക്കം ചെയ്യും. യങ് ഇന്ത്യൻസ് കൊച്ചി കാലാവസ്ഥാ വ്യതിയാന വിഭാഗം അധ്യക്ഷൻ ബിബിൻ ജേക്കബ്, വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ എ, വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആന്റണി സെബാസ്റ്റ്യൻ, യങ് ഇന്ത്യൻസ് കൊച്ചി ചാപ്റ്റർ ചെയർ മീന പളനിയപ്പൻ, കോ ചെയർ ആഷിക ജെയിൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവാർപ്പ് പഞ്ചായത്ത് എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ ഈ പായലും പൊള്ളയും അതുപോലെ തന്നെ വേസ്റ്റൊക്കെ കെട്ടിക്കിടന്ന് ഈ റിവറിൻ്റെ മൗത്ത് ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥിതിയും, അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർക്ക് വീട്ടിൽ ഈ വെള്ളം ഫ്ലോ ചെയ്യാത്തതിൻ്റെ പ്രശ്നം കാരണം വാട്ടർ ലോഗിങ്ങും അതുപോലെ തന്നെ ബോട്ട് സഞ്ചരിക്കാനൊക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 2500 ഫാമിലീസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. വൈ കൊച്ചിയാണ് ഈ പ്രോജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത്. നമ്മൾ വൈ കൊച്ചിയും അവരുടെ ഈ പഞ്ചായത്ത് മെമ്പേഴ്സുമായിട്ട് ആണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 24 റൗണ്ട് പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.